എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാത്യു മണ്ണാറകം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അനാവരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തെടനാടിൻ്റെയും തെടനാട് സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെയും ഊട്ടുപാറയുടെയും ചരിത്രവും പ്രാധാന്യവുമാണ്. തെടനാടിന് അതിപുരാതനമായ ഒരു ചരിത്രമാണുള്ളത്. അവിടുത്തെ ക്ഷേത്രങ്ങൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. തെടനാട് മഹാക്ഷേത്രവും വെട്ടക്കാവ് ക്ഷേത്രവും അതുപോലെ കിഴക്കേക്കര ദേവീക്ഷേത്രവും ഒക്കെ ക്രിസ്തുവിന് വളരെ മുമ്പ് മുതലേ നിലവിലിരുന്നതാണെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ജനവാസവും ഉണ്ടായിരുന്നു. ജനങ്ങളില്ലാതെ ക്ഷേത്രങ്ങൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പലപ്പോഴും ഇത് ഇന്നത്തെ ആളുകളായിരിക്കില്ല അന്ന് താമസിച്ചിരുന്നത്. മനുഷ്യൻ തന്നെ ഒരു കുടിയേറ്റ സ്വഭാവമുള്ള ജീവിയാണ്. അവർ ഓരോ കാലത്തും ഓരോ സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർക്കും. അങ്ങനെ പല കുടിയേറ്റങ്ങളും ഒക്കെ നടന്ന ഒരു സ്ഥലമാണിത്. ഇത് തുടക്കത്തിൽ ചേരരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അതിനുശേഷം ഇത് വെമ്പലിനാടിൻ്റെ കീഴിൽ വന്നു. അതിനുശേഷം ഇത് മീനിച്ചി കർത്താക്കന്മാരുടെ കീഴിൽ വന്നു. അവിടെ ആ പ്രദേശങ്ങളിലുള്ളതിൽ ഒരു 2500 ഏക്കർ സ്ഥലമാണ് ദേവസ്വം വകയായിട്ടുണ്ടായിരുന്നത്. മറ്റുള്ളതൊക്കെ വനമായിട്ട് കിടക്കുകയായിരുന്നു. കുറേ സ്ഥലങ്ങളിൽ ആൾവാസവും ഉണ്ടായിരുന്നു. ഈ സ്ഥലത്ത് 2000-ൻ്റെ തുടക്കത്തിലാണ് ഇവിടെ ഒരു മാറ്റം വരുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ. അന്ന് 1930-കളിലാണ് ഇവിടെ കടകളൊക്കെ ആരംഭിച്ചത്. ടൗണിൽ ഇപ്പോഴത്തെ പാലത്തിനോട് ചേർന്ന് കവലിക്കടുത്ത് ചില കച്ചവട പലചരക്കടയും അതുപോലെ തന്നെ ജൗളിക്കടയും അതുപോലെ മരുന്ന് കടയും നേത്ര ചികിത്സാ കേന്ദ്രവും കൊപ്രാക്കടയും ഒക്കെ അവിടെ പ്രവർത്തിച്ചിരുന്നു. അതിനു മുമ്പ് ഇവിടുത്തെ സമ്പ്രദായം എന്ന് വെച്ചാൽ ചിറ്റാറ്റിൽ കൂടി വള്ളത്തിലാണ് സാധനങ്ങൾ ഇവിടെ എത്തിച്ചു കൊടുത്തിരുന്നത്. കൊണ്ടുവന്ന കരയിൽ നിന്ന് ആളുകൾ വാങ്ങുന്നതായിരുന്നു പതിവ്, അരിയും മറ്റ് അത്യാവശ്യ സാധനങ്ങളൊക്കെ. അല്ലാതെ വേറെ കടകളൊന്നും ഉണ്ടായിരുന്നില്ല. 1903 ഇവിടെ സന്മാർഗ ദർശനം എന്ന് പറഞ്ഞ ഒരു ഹൈന്ദവ സംഘടന ഉണ്ടായി. അതിനകത്ത് ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ സംഘടനയിൽ അംഗങ്ങളായിരുന്നു. അതിന് അന്ന് ഈ കാളവണ്ടിയിലാണ് സാധനങ്ങളൊക്കെ ഈരാറ്റുപേട്ടയ്ക്ക് എത്തിച്ചിരുന്നത്. കാളവണ്ടി അതിന് വരുമ്പോൾ അതിനകത്ത് ഈ കാളവണ്ടിയുടെ തകിടൊക്കെ ഉണ്ടാക്കുന്നതിന് ഒരു വലിയ വീട്ടിൽ കുഞ്ഞിരാമൻ എന്നൊരാൾ തറനാട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കാളവണ്ടിയാണ്. പണമുള്ളവർക്ക് വില്ലുവണ്ടി എന്ന് പറഞ്ഞാൽ ഒറ്റ കാള വലിക്കുന്ന വണ്ടിയായിട്ട് അങ്ങനെയുള്ള പല ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അവരിവിടുന്ന് ഈരാറ്റുപേട്ട വഴി സാധനങ്ങൾ കൊണ്ടുപോയി പലചരക്കുകളൊക്കെ കൊണ്ടുപോയി ആലപ്പുഴ കൊണ്ടേ കൊടുത്തുകയായിരുന്നു പതിവ്. അന്നത്തെ സമ്പ്രദായം അതായിരുന്നു. തടിയും മറ്റ് സാധനങ്ങളൊക്കെ വള്ളത്തിൽ കൂടെ കൊണ്ടുപോകും. അങ്ങനെ ഒരു ദീർഘകാലം തുടർന്നു. അന്ന് പൈകയിലായിരുന്നു ഈ ജൗളിക്കടിയൊക്കെ മേടിക്കാൻ പോകുന്നത്. പൈകയ്ക്ക് അന്നൊരു പേരുണ്ടായിരുന്നു, കോട്ടത്താഴ ചന്ത എന്നൊരു പേര് അതിനുണ്ടായിരുന്നു. അവിടെ പോയായിരുന്നു ഒരു സാധനങ്ങൾ വാങ്ങുന്നത്. ഇങ്ങനെ കുറേ കാലങ്ങൾ തുടർന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് അന്ന് റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. റോഡുകളൊക്കെ തീരെ ഇല്ലാത്തൊരു കാലമാണ്. നടപ്പുവഴിയൊക്കെ ഉള്ളൂ. ആളുകൾ യാത്രയ്ക്ക് പോകുമ്പോൾ ഭക്ഷണം കയ്യിൽ കരുതിയായിരുന്നു പോയിരുന്നത്. കാരണം ഇടയ്ക്ക് ഹോട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കയ്യിൽ കരുതി അവർ നടന്നു പോകും. ഭക്ഷണമായിട്ട് കഴിച്ച് തിരിച്ചു പോരുന്ന ഒരു സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കാളവണ്ടിക്കൊക്കെ എണ്ണയ്ക്ക് വേണ്ടുന്ന ഓടക്കുരു പൊട്ടിച്ച് അതിൻ്റെ കുരുവിൽ നിന്ന് എടുക്കുന്ന എണ്ണ കൊണ്ടാണ് അന്നത്തെ വിളക്കുകളൊക്കെ പ്രവർത്തിച്ചിരുന്നത്. പിന്നെ ഇതിന് മരിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ ആളുകളെ ക്രിസ്ത്യാനികളൊക്കെ പള്ളിയിൽ കൊണ്ടുപോകാൻ വേണ്ടി കൂലിക്ക് ആളെ കൊണ്ട് ചോപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. അത് 1942-ലാണ് ടി കെ മാധവൻ്റെ അഭ്യർത്ഥന പ്രകാരം തെടനാട്ട് ഒരു SNDPയുടെ ഒരു ശാഖ തുടങ്ങുന്ന അന്നാണ് അവിടെ തുടങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ 1952 ആയപ്പോഴേക്കുമാണ് കേരളത്തിലെ പഞ്ചായത്ത് നിലവിൽ വന്നു. അന്നത്തെ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ 6 പഞ്ചായത്തുകൾ വന്നതിൽ ഒന്നാണ് തെടനാട് പഞ്ചായത്ത്. ഈ തെടനാട് പഞ്ചായത്തിലെ ആദ്യത്തെ പ്രസിഡന്റ് CV ദേവസ്യ ചിറ്റപ്പനാട്ടായിരുന്നു. അതിനുശേഷം പല ആളുകൾ വന്നു. അന്ന് ഈരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം തെടനാട് പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. 1963 ഈരാറ്റുപേട്ട പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടപ്പോഴാണ് ഇന്നത്തെ അതിർത്തിയിലുള്ള വെയിലാണാമ്പാറയ്ക്ക് മുതലുള്ള സ്ഥലം തെടനാടിനും ബാക്കി ഉള്ള സ്ഥലം ഈരാറ്റുപേട്ടയ്ക്ക് നൽകപ്പെട്ടത്. അങ്ങനെ ഒരു ചരിത്രമുണ്ട് ഇതിന്. പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്തുകൾ നിലവിൽ വന്നു. അപ്പോൾ ഇവിടെ ധാരാളം സ്കൂളുകളുണ്ട്. ഗവൺമെൻറ് ഹൈസ്കൂളുണ്ട്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, പള്ളികളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ കൊണ്ടൂര് ക്ഷേത്രവും വളരെ പ്രധാനപ്പെട്ട, അതേപ്പറ്റി ഞാൻ പിന്നീട് പറയാം. അപ്പം അങ്ങനെ ഒത്തിരി ക്ഷേത്രങ്ങളും എല്ലാം ഉള്ള വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണിത്. ആദ്യകാല ക്രൈസ്തവരെന്ന് പറയുന്നത് മുഴുവൻ ശരിയാവണമെന്നില്ല, എൻ്റെ അറിവാണ് ഞാൻ പറയുന്നത്. ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ വെള്ളിക്കുന്ന് കുടുംബക്കാരുണ്ടായിരുന്നു, പേരക്കാട്ടുകാരുണ്ടായിരുന്നു, അതുപോലെ തെങ്ങുമൂട്ടിക്കാരുണ്ടായിരുന്നു, അതുപോലെ വടക്കേ മുറിക്കാരുണ്ടായിരുന്നു, കാക്കനാട്ടുകാരുണ്ടായിരുന്നു, ചിറ്റപ്പനാട്ടുകാരുണ്ടായിരുന്നു. അങ്ങനെ കുറേ കുടുംബക്കാർ ഇവിടെ ഈ താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേയേറെ ആളുകളുണ്ടായിരുന്നു. അവർ പലരും രാജാവിനോടും അല്ലെങ്കിൽ ദേവസ്വത്തോടും സ്ഥലം വാങ്ങി കൃഷി ചെയ്തവരായിരുന്നു. അപ്പോൾ ഇവർ പള്ളിയിലൊക്കെ ക്രൈസ്തവർക്ക് പള്ളിയിൽ പോകണമല്ലോ, അതിനുള്ള ഒന്നെങ്കിൽ അരുവിത്രപ്പള്ളി വരണമായിരുന്നു, അല്ലെങ്കിൽ ഭരണങ്ങാനത്തിനൊക്കെ ആയിരുന്നു അവർ പോയിരുന്നത്. അത് വളരെ ദുഷ്കരമായി. അങ്ങനെ ഇരിക്കെ അരുവിത്രപ്പള്ളിയുടെ വികാരിയായിരുന്ന വലിയ വീട്ടിൽ
ഇട്ടിച്ചെറിയത് കത്തനാർ വളരെ പ്രഗത്ഭനായ ഒരാളായിരുന്നു ഇട്ടിച്ചെറിയത് കത്തനാർ. അദ്ദേഹമാണ് തെടനാട്ടൊരു പള്ളി സ്ഥാപിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അന്ന് ഒരു ചെറിയ കുരിശുപള്ളി ഉണ്ടായിരുന്നു അവിടെ. അരുവിത്രപ്പള്ളിയുടെ കൈക്കാരനായിരുന്ന വാണിവർക്കി തെങ്ങുമൂട്ടിലാണ് തെടനാട് പള്ളിക്ക് വേണ്ടി വെമ്പാട്ടിൽ പുരയിടം വിലയ്ക്ക് വാങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പള്ളി 1865 ജനുവരി 23-നാണ് അതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. അത് ബഹുമാനപ്പെട്ട ഇട്ടിച്ചെറിയത് കത്തനാരത്തിനാണ് നിർവഹിച്ചത്. ഈ പള്ളിപ്പണി കുറച്ച് നീണ്ടുപോയി. 1877 ജനുവരി 25-നാണ് അതിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം നടന്നത്. അപ്പോൾ അന്ന് ഈ ഇത് പണിയുന്നതിനൊക്കെ പണം ഒത്തിരി വേണമായിരുന്നു. പുളിക്കിയിൽ ഉണ്ണി എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിനു വേണ്ടി വലിയ തോതിൽ സാമ്പത്തിക സഹായം ചെയ്തത്. കെട്ടിടം പള്ളി പണിയുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും എല്ലാം പണം മുടക്കിയത് ഇദ്ദേഹമാണ്. ഒത്തിരി പണം അദ്ദേഹം മുടക്കിയത്. പലരും സഹായത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഇദ്ദേഹമാണ്. പിന്നെ ഈ പള്ളി 1942 ഇത് പുതുക്കി പണിതു. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം, അതിൻ്റെ വെഞ്ചരിപ്പീകരണം നിർമ്മിച്ചത് ബഹുമാന്യനായ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പായിരുന്ന ജെയിംസ് കാളാശ്ശേരിയാണ് അതിൻ്റെ പള്ളിയുടെ വെഞ്ചരിപ്പ് കർമ്മമൊക്കെ നിർവഹിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പല പണികൾ നടന്നിട്ടുണ്ട്. പാരിഷ് ഹാളുണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, സെമിത്തേരി ഉണ്ട്, എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു പള്ളിയാണ്. ഇത് പുരാതനമായൊരു പള്ളിയാണിത്. ഈ തെടനാടിനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാന കാര്യം, 19-ാം നൂറ്റാണ്ടിൽ യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോൾ തിരുവിതാംകൂറിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി. തെക്കുംകൂറും വടക്കുംകൂറും മീനിച്ച് എല്ലാം തിരുവിതാംകൂറിൻ്റെ കീഴിലായി. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് നാട്ടിലെ സമ്പന്നരുടെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി. സർക്കാരിന് പണം, നികുതി വേണം, പിന്നെ നടത്തിപ്പിന് പൈസ വേണം, ആയുധങ്ങൾ വാങ്ങാൻ പണം വേണം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വന്നപ്പോൾ വെള്ളൂക്കുന്നേൽ കുരുവിള വർക്കി എന്ന് പറയുന്ന അദ്ദേഹം ഒരു ജന്മിയായിരുന്നു. അദ്ദേഹം ഇതിൽ പങ്കെടുത്തു. അദ്ദേഹം തിരുവിതാംകൂർ മഹാരാജാവിന് 5000 രൂപ സംഭാവന ചെയ്തു. അതിന് നന്ദി സൂചകമായിട്ട് അദ്ദേഹം ഈ കുറേ സ്ഥലം അദ്ദേഹത്തിനുള്ളൂ. ചാറാടി, കല്ലങ്കാട്, വെട്ടിക്കുളം, താന്നിക്കാട്, ആരംപുളി, ഇടവര, കരിമല, വെട്ടിമുട്ടിക്കാവ്, കരിമ്പനോലി, വാരിയാനിക്കാട് തുടങ്ങി ആ പ്രദേശം ഉൾപ്പെട്ടതായിരുന്നു ഇത്. ഈ സ്ഥലം വാങ്ങിക്കഴിഞ്ഞപ്പോൾ കൃഷിക്കാർക്ക് അദ്ദേഹം പാട്ടത്തിനും ഒക്കെ ആയിട്ട് കൊടുത്തു. അങ്ങനെ കൊടുത്ത് ആ പ്രദേശത്തെല്ലാം കൃഷി നടന്നു. സർക്കാരിന് വലിയ വരുമാനമായി. പുതിയ കൃഷിക്കാർക്ക് സ്ഥലമായി. പിന്നെ പിൽക്കാലത്ത് ഈ സ്ഥലം കിളച്ചുപാതി വ്യവസ്ഥയിൽ മേടിച്ചവരോട് അതിൻ്റെ പണം പകുതി സ്ഥലം വാങ്ങിച്ച് ബാക്കിയുള്ളവർക്ക് കൊടുത്ത് അങ്ങനെയാണ് ആ പ്രദേശത്തെല്ലാം വലിയ തോതിൽ ആളുവാസം ഉണ്ടായത്. പിന്നെ മാത്രമല്ല ഈ തെടനാട് സംഭാവന ചെയ്ത ഒത്തിരി ആളുകളുണ്ട്. ഒന്ന് ഈ കുരുവിള വർക്കി വെള്ളൂക്കുന്നേൽ അദ്ദേഹത്തിന് 2 മാടമ്പി പദവികൾ ഉണ്ടായിരുന്നു. ഒന്ന് തിരുവിതാംകൂർ മഹാരാജാവ് കൊടുത്തതും ഒന്ന് പൂഞ്ഞാർ രാജാവ് കൊടുത്തതും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വേറെ ചില മഹത് വ്യക്തികൾക്കും കൂടി ഈ പിന്നെ തെടനാട് ജന്മം നൽകിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ വി ജോസഫ് IAS കാരനാണ്. അദ്ദേഹം പിന്നെ ഗവർണറുടെ സെക്രട്ടറി വരെ ആയിരുന്ന വളരെ പ്രഗത്ഭനായ ഒരാൾ വെള്ളുക്കുന്നേലാണ്. അതുപോലെ തന്നെ ഡോക്ടർ AV ജോർജ് ഐക്യര, അദ്ദേഹം വൈസ് ചാൻസലർ, MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. സണ്ണി തോമസ്, അദ്ദേഹത്തിന് ദ്രോണാചാര്യ അവാർഡ് കിട്ടിയ ആളാണ്. അതുപോലെ തന്നെ പാറശാല രവി പ്രസിദ്ധനായ പ്രൊഫസറും സംഗീതജ്ഞനും ഒക്കെ ആയിരുന്നു. അതുപോലെ കുറേയേറെ ആളുകളുണ്ട്. അതുപോലെ തന്നെ 2 MLA-മാരുണ്ടായിരുന്നു. വർക്കി ജോസഫ് വെള്ളുക്കുന്നേലും അതുപോലെ തന്നെ വർക്കി ചാക്കോ വെള്ളുക്കുന്നേലും. അവർ സഹോദരങ്ങളായിരുന്നു. അവർ 2 പേരും ശ്രീമൂലം പ്രജാസഭയിലെ അംഗങ്ങളായിരുന്നു. പിന്നെ കോക്കാട്ട് വൈദ്യനുണ്ടായിരുന്നു. മാർ ഗ്രിഗരി കരോട്ടംപ്രയിൽ, അത് ബിഷപ്പായിരുന്നു. അതുപോലെ PC ജോസഫ് പല്ലാട്ടുകുന്നേൽ. പിന്നെ ഞാൻ പറഞ്ഞ തീരുകയില്ല. അതുപോലെ പ്രഗത്ഭരായ വ്യക്തികൾക്ക് ഈ പഞ്ചായത്ത് ജന്മം നൽകിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ തന്നെ പറയേണ്ടതാണ്, ഊട്ടുപാറ തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രം. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം കണ്ണിനും ഹൃദയത്തിനും കുളിർമ നൽകുന്നതാണ്. നല്ല കാറ്റും വിസ്തൃതമായ പാറക്കെട്ടുകളുള്ള ഈ സ്ഥലം സഞ്ചാരികളെ വളരെ ആകർഷിക്കുന്നതാണ്. ഇത് 1946 തെടനാട്ട് പള്ളിയുടെ വികാരിയായിരുന്ന തോമസ് പഴയമ്പറമ്പിലച്ചനാണ് ഇതിനെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയത്. 1946 അദ്ദേഹം കുറേ വിശ്വാസികൾക്കൊപ്പം, അത് 50 നോയമ്പിൻ്റെ കാലമാണ്, ലെൻഡ് സീസണിൽ കുരിശുമായി ഇവിടേക്കൊരു പദയാത്ര നടത്തി. കുരിശിൻ്റെ വഴിയായിട്ട് പോയി. അത് കഴിഞ്ഞ് 1948 ഫെബ്രുവരി 2-ന് അവിടെ ഒരു കുരിശുപള്ളി സ്ഥാപിക്കുകയും ക്രിസ്ത്യാനികൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ മൊത്തത്തിലും 50 നോയമ്പിൻ്റെ എല്ലാ വെള്ളിയാഴ്ചയിലും നിർബന്ധമായും തെടനാട് പള്ളിയിൽ നിന്ന് തീർത്ഥാടന കുരിശിൻ്റെ വഴിയുമായി സഞ്ചരിക്കുകയും ഒരു പതിവായി തീർന്നിട്ടുണ്ട്. അവിടുത്തെ മനോഹരമാണ് കാഴ്ച. അപ്പോൾ അത് എല്ലാവരും കാണാൻ, അത് വിശ്വാസത്തിനപ്പുറം അതിന് പ്രകൃതി ഭംഗിയുണ്ട്. മനസ്സിനും ഒക്കെ കുളിർമ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഈ ഊട്ടുപാറ എന്നുള്ള പേര് വന്നതിനെപ്പറ്റി ഒരു ഐതിഹ്യമുണ്ട്. പഴയ കാലത്ത് ജന്മിമാർ തങ്ങളുടെ അടിമകൾക്കും രാജാക്കന്മാർ തങ്ങളുടെ സൈനികർക്കും ഭക്ഷണം വിളമ്പിയിരുന്നത് ഈ പാറയിൽ വെച്ചായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതിന് ഊട്ടുപാറ എന്നുള്ള പേര് ലഭിച്ചത്.
ബ്ലോക്ക് ബസ്റ്റർ ഓഫർ. 5 കാറുകൾ, 100 ബൈക്കുകൾ, 100 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് റിസോർട്ട് വെക്കേഷൻ. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോണം മാസോണം സീസൺ 2. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഈരാറ്റുപേട്ട. റാണി റൈസ് ആൻഡ് ഫ്ലേവേഴ്സ്. രുചിച്ചു തന്നെ അറിയണം ഈ പാരമ്പര്യത്തിന്റെ മേന്മ. ലിതൻസ്, അണമുറിയാത്ത ജലപ്രവാഹം. പമ്പ്സ് ആൻഡ് മോട്ടോഴ്സ്, പ്ലോട്ട് സ്വിച്ചസ്, കപ്പാസിറ്റേഴ്സ് ആൻഡ് വാൽവ്സ്. ലിതൻസ്.